വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ആത്മീയ സമ്മാനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യം. അവൻ്റെ ശ്രുതി സുറിയയിലൊക്കെയും പരന്നു. നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗൃഹസ്ഥർ, ചന്ദ്രരോഗികൾ, പക്ഷവാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഭൂമിയിൽ തൻ്റെ കാലത്ത് കർത്താവായ യേശു ഒരു 3 ഇരട്ടി ശുശ്രൂഷ നടത്തി. സുവിശേഷം പ്രസംഗിക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക, രോഗികളെ സുഖപ്പെടുത്തുക. അവൻ്റെ രോഗശാന്തി ശക്തി അവൻ്റെ ശുശ്രൂഷയുടെ ഒരു പ്രധാന ഭാഗമായിരുന്നു. ദൈവത്തിൻ്റെ രോഗശാന്തി ശക്തി ആത്മാവിനും ശരീരത്തിനും വേണ്ടിയായിരുന്നു. യേശുക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടുന്നതിനുള്ള ശക്തമായ ഉപകരണങ്ങളായി പ്രഖ്യാപിക്കുന്നവർ. എല്ലാ വിശ്വാസികളും ആത്മാവിൻ്റെ ദാനങ്ങളിലും അവൻ്റെ ശക്തിയിലും പ്രവർത്തിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് രോഗികളെ സുഖപ്പെടുത്താനും കുഷ്ഠരോഗികളെ ശുദ്ധീകരിക്കാനും അന്ധരുടെ കണ്ണുകൾ തുറക്കാനും അവൻ നമ്മോട് കൽപ്പിക്കുന്നത്. നമ്മുടെ സമൂഹങ്ങളിലും രാഷ്ട്രത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടണം. എന്നാൽ ഇന്നത്തെ വിശ്വാസികളുടെ അവസ്ഥ എന്താണ്? കർത്താവ് നൽകിയ അധികാരത്തോടും ശക്തിയോടും കൂടെ രോഗശാന്തിക്കായി ധൈര്യത്തോടെ പ്രാർത്ഥിക്കുന്നതിന് പകരം പല വിശ്വാസികളും രോഗികളെ അറിയപ്പെടുന്ന ദൈവശുശ്രൂഷകർക്ക് റെഫർ ചെയ്യുകയോ പ്രത്യേക പ്രാർത്ഥനകൾക്കായി അഭ്യർത്ഥനകൾ അയക്കാൻ അവരെ നിർദ്ദേശിക്കുകയോ ചെയ്യുന്നു. മധ്യസ്ഥത വിലപ്പെട്ടതാണെങ്കിലും ഓരോ വിശ്വാസിയും സ്വന്തം വിശ്വാസം പ്രയോഗിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ മഹാപുരുഷന്മാരിലൂടെയും സ്ത്രീകളിലൂടെയും പ്രവർത്തിക്കുന്ന അതേ പരിശുദ്ധാത്മാവ് നിങ്ങളിലും പ്രവർത്തിക്കുന്നു. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ മേശകളിൽ സേവിക്കാൻ ആദ്യം നിയമിതനായ ഫിലിപ്പ് ശമര്യയിലെ അത്ഭുതങ്ങളുടെ ഉപകരണമായി മാറി. ഒറ്റയടിക്ക് ജനക്കൂട്ടം ഫിലിപ്പ് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു. അവൻ ചെയ്ത അത്ഭുതങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്തു എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയപ്പെടുന്നു. ദൈവത്തിന് ഫിലിപ്പിനെ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അവന് നിങ്ങളെയും ഉപയോഗിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറെക്കുറിച്ച് ഒരിക്കൽ ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ നിരവധി ക്യാൻസർ രോഗികൾ സുഖം പ്രാപിച്ചു. വൈദ്യ ചികിത്സകളെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം അദ്ദേഹം ആദ്യം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ രോഗത്തിന് പിന്നിലെ പൈശാചിക അടിച്ചമർത്തലിനെ ശാസിച്ചു. പ്രാർത്ഥനയിലൂടെയും വിശ്വാസത്തിലൂടെയും ക്യാൻസർ നശിച്ചു. പല കേസുകളിലും രോഗം ഒരിക്കലും തിരിച്ചെത്തിയില്ല. ദൈവമക്കളെ, രോഗികൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ ക്ഷീണിതരാകരുത്. മറ്റുള്ളവരുടെ രോഗശാന്തിക്കായി നിങ്ങൾ ആഴത്തിലുള്ള ഭാരം വഹിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രത്യേക ദാനത്താൽ കർത്താവ് നിങ്ങളെ സജ്ജമാക്കും. നിങ്ങളുടെ കൈകളിലൂടെ അവൻ വലിയ അത്ഭുതങ്ങൾ ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം 11-ാം വാക്യം. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യുകയാൽ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ആവർത്തന പുസ്തകം 17, 18, 19 അധ്യായങ്ങൾ. വൈകുന്നേരം മർക്കോസ് 13-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.